നമസ്കാരം. കൈപ്പേശ്ശേരി ഗോവിന്ദമ്പുരി. നിരവധി ആൾക്കാർ പലപ്പോഴും ഈ ഫേസ്ബുക്കിലെ മെസ്സഞ്ചറിലും ഇൻസ്റ്റയിലും ഫോണിലും ഒക്കെ മെസ്സേജ് അയക്കും. തിരുമേനി, ഞാൻ ഒരു കൃഷ്ണന്റെ വിഗ്രഹം വെച്ചു, അപ്പൊ ശിവന്റെ ഫോട്ടോ വെക്കാവോ? ശിവന്റെ ഫോട്ടോ വെച്ചു, ഭദ്രകാളിന്റെ ഫോട്ടോ വെക്കാവോ? സുബ്രഹ്മണ്യന്റെ ഫോട്ടോ വെച്ചു, ഗണപതിയുടെ വെക്കാവോ? ഇങ്ങനെ നിരവധി 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 സംശയങ്ങൾ. ചില ആൾക്കാരുണ്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ, അയ്യോ ഭദ്രകാളിയുടെ ഫോട്ടോ വെക്കരുത്, അത് നമുക്ക് നെഗറ്റീവ് എനർജി ഉണ്ടാക്കും, ചിലപ്പം ശത്രുതയുണ്ടാക്കും. കൃഷ്ണന്റെ ഓടക്കൊഴിൽ വെക്കരുത്, നമ്മുടെ ധനം മുഴുവൻ ഒരിച്ചു. കൃഷ്ണനും ശിവനും കൂടെ ഒരു പൂജാമുറി ഇരുന്ന് അവർ തമ്മിൽ വഴക്കു കൂടും. പാർവതിയും ഭദ്രകാളിയും കൂടെ ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ ദാമ്പത്യം കിടക്കും എന്ന് പറഞ്ഞ മണ്ടത്തരങ്ങളുടെ ഒരു നീണ്ട ഘോഷയാത്ര പറഞ്ഞ് പഠിപ്പിച്ചിട്ട് പോകുന്ന കുറെ ആൾക്കാർ. ഇത് കേൾക്കുന്ന എന്റെ കൂടപ്പറപ്പുകളോട് എനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. ശൈവ വൈഷ്ണവ ശക്ത എന്ന് പറയുന്ന 3 സങ്കല്പമാണ് നമുക്കുള്ളത്. ശൈവ വിഭാഗം, വൈഷ്ണവ വിഭാഗം, ശക്ത വിഭാഗം. ഈ ശൈവ വിഭാഗവും വൈഷ്ണവ വിഭാഗവും ശക്ത വിഭാഗവും നമ്മൾ ഏത് കഥയെടുത്തു നോക്കിയാലും, നമ്മുടെ ഏത് ഐതിഹ്യം എടുത്താലും ഇവര് 3 പേരും പരസ്പരം ബന്ധുക്കൾ തന്നെയാണ്. ഒരു കുടുംബം പോലെയാണ്. നമ്മൾ പറയുമ്പോൾ ആൾക്കാർ പണ്ടാരോ പറഞ്ഞുണ്ടാക്കിയ 30 മുക്കോടി ദൈവങ്ങളുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞു. 30 മുക്കോടി ദൈവങ്ങളുണ്ടാവും. അതെല്ലാം ഇപ്പൊ മഹാദേവനെ എടുത്തു, പാർവതിക്ക് അമ്പലമുണ്ട്, ഗണപതിക്ക് അമ്പലമുണ്ട്, സുബ്രഹ്മണ്യൻ അമ്പലമുണ്ട്, അയ്യപ്പൻ അമ്പലമുണ്ട്. നമ്മളിങ്ങനെ പോവാണ് ശൈവമായിട്ട് പോയാൽ. ശരിയല്ലേ? അപ്പൊ ഈ പറഞ്ഞ സങ്കല്പത്തിലാണ് ഇതെല്ലാം. ഇവരെല്ലാം പരസ്പരമായി നിൽക്കുന്ന ശൈവ വിഭാഗമായാലും വൈഷ്ണവ വിഭാഗമായാലും ശാക്ത വിഭാഗമായാലും എവിടെയൊക്കെ എപ്പോഴൊക്കെയോ കഥകളിലും ഐതിഹ്യങ്ങളിലും പരസ്പരം ബന്ധപ്പെട്ട് ഒരുമിച്ച് നിൽക്കുന്ന ചരിത്രങ്ങൾ നിരവധി നമ്മുടെ മുമ്പിൽ ഓരോ ഐതിഹ്യങ്ങളും കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ആ സങ്കല്പം നമുക്കറിയാവുന്ന നമ്മള് ഒരു പൂജാമുറിയിൽ എത്ര ഈശ്വരന്മാരെ വെച്ചാലും നല്ലതാണ്. ഈ ഫോട്ടോ എന്ന് പറയുന്നത് അവിടെ പ്രതിഷ്ഠയൊന്നുമല്ല. നമ്മളിപ്പോ ഒരു ഷടാധാര പ്രതിഷ്ഠ കഴിക്കണ പോലെ, ഒരു കരിങ്കൽ വിഗ്രഹം വെക്കണ പോലെ, ഒരമ്പലത്തിലെ പ്രതിഷ്ഠാ സങ്കല്പമൊന്നുമല്ല നമ്മുടെ പൂജാമുറി. ആ ഭഗവാനെ, അദ്ദേഹത്തിന്റെ സ്വരൂപത്തെ മനസ്സിൽ ധ്യാനിക്കാനും അദ്ദേഹത്തെ കണ്ട് ആ സ്മരണ ഒരിക്കലും മുറിയാതെ തൊഴാനും ഉള്ള ആ രൂപത്തെ ചിത്രത്തിലാക്കി ഒരു ഫ്രെയിമിനകത്ത് നമ്മൾ തൂക്കുന്നത് മാത്രമാണ് ഭഗവത് സ്വരൂപം. നമ്മളിപ്പോ നമശിവായ വയ്ക്കുമ്പോൾ ഇടയ്ക്ക് ശിവന്റെ ഫോട്ടോയുടെ കാണുമ്പോൾ കൊണ്ടത്തെ ആ ഒരു സങ്കല്പത്തെ ദൃഢമായി പിടിക്കാൻ, ഭദ്രകാളിയെ പ്രാർത്ഥിക്കുമ്പോൾ ഭദ്രകാളി സ്വരൂപം നമ്മളൊന്ന് കാണുകയും അത് മനസ്സിലേക്ക് കയറ്റിക്കൊണ്ടൊന്ന് ദൃഢമായി പിടിക്കാനുള്ള അതായത് ചിത്രങ്ങളാൽ ആലേഖനം ചെയ്യപ്പെട്ട രൂപങ്ങളാണ് എല്ലാ ഭഗവത് ചിത്രങ്ങളും. അത് എത്ര വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള എല്ലാവരുടെയും സകല ആൾക്കാരുടെയും ചിത്രങ്ങൾ വെക്കാം, എല്ലാവരുടെയും വെക്കാം. അതിന് യാതൊരു സംശയവും വേണ്ട. അത് വീണ് പൊട്ടാതിരിക്കണം, ചെതലരിക്കാതിരിക്കണം, അതിന് നനവേക്കാതിരിക്കണം, പരസ്പരം മറക്കാതിരിക്കണം, ഭംഗിയായിട്ട് വെക്കണം. അത്രയും മാത്രമേ ഉള്ളൂ. കാരണം പൂർണ്ണമായ ബഹുമാനം കൊടുത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന, നമ്മളെ സംരക്ഷിക്കുന്ന, നമ്മളെ മുൻപോട്ട് നയിക്കുന്ന ഈശ്വരന്മാരാണ് എന്നൊരു സങ്കല്പത്തില്, ആ ഈശ്വര സങ്കല്പത്തിൽ തന്നെ പൂർണ്ണ ബഹുമാനം കൊടുത്ത് പൂർണ്ണമായി അവരെ ഇരുത്തേണ്ട രീതിയിൽ ഇരുത്തി തൂക്കിയിടുവാണെങ്കിൽ വൃത്തിയായിട്ട് തൂക്കിയിടുക. ഒന്നിന്റെ മുകളിൽ ഒന്നാവാതെ വളരെ വൃത്തിയായിട്ട് തൂക്കിയിടുക. ആ ഓരോ രൂപങ്ങളും നമുക്ക് കണ്ട് തൊഴുത് പ്രാർത്ഥിക്കാൻ പറ്റുന്ന സ്വരൂപത്തില് നിങ്ങളുടെ കയ്യിൽ നിങ്ങളൊരു കടയിൽ നിന്ന് എത്ര മേടിക്കാവോ അത്രയും മേടിച്ചു തൂക്കിയാലും ഒരു വിരോധവുമില്ല. എല്ലാരെയും നമുക്ക് തൊഴാം. ഞാൻ വീണ്ടും പറയാണ്, മനുഷ്യകുലത്തിലെ തൊട്ടുകൂടായ്മ, മനുഷ്യകുലത്തിലെ എന്താ പറയുക, വിവരമില്ലാകൊണ്ടുള്ള അകൽച്ചകൾ ദേവകുലത്തിലില്ല. അവരെല്ലാം സമന്വയത്തിന്റെ പാതയിലാണ്. ഭക്തരെ രക്ഷിക്കുക, ഈ ലോകത്തെ പരിപാലിക്കുക, ഇവിടെ സമാധാനം കൊണ്ടുവരിക എന്ന് മാത്രമാണ് ഈശ്വരന്മാരുടെ ചിന്ത. അതുകൊണ്ട് എല്ലാ ഈശ്വരന്മാരുടെ ചിന്ത അതിലേക്കാകണം. ദേവസ്വരൂപങ്ങളെ അതേ അർത്ഥത്തില് അതേ ഇതിലും നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് യാതൊരു വിരോധവും യാതൊരു സംശയവും. എത്ര സ്വരൂപങ്ങൾ വെച്ചാലും അത്രയും സ്വരൂപങ്ങളെ പ്രാർത്ഥിക്കാൻ കിട്ടുന്ന നമുക്കൊരു അവസരമാണ്. എത്ര ചിത്രങ്ങൾ വെച്ചാലും അതിനൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ കരിങ്കൽ വിഗ്രഹമൊക്കെ വെക്കുകയാണ്, അതിന് പാലാഭിഷേകമൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിക്കണം. തടി കൊണ്ടുള്ള രൂപങ്ങൾ വെക്കുന്നു, അതിന് പാലാഭിഷേകവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, സൂക്ഷിക്കണം. അതൊക്കെ നമ്മള് ചെമ്പ് കൊണ്ട് ബിംബങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് അതിന് കർമ്മങ്ങൾ നടത്തണമെങ്കിൽ അത് സൂക്ഷിക്കണം. അതൊക്കെ ക്രിയാപദ്ധതിയിലേക്ക് വന്നു. മറ്റത് ആരാധനാ പദ്ധതിയാണ്. ക്രിയാപദ്ധതി എന്ന് പറഞ്ഞാൽ പൂജാവിധാനത്തിൽ ക്രിയാപദ്ധതി ചെയ്യുമ്പോൾ എപ്പോഴും ഗുരുപദേശം വന്നു.
ആരാധന എന്ന് പറയുന്നതാണ് ചിത്രങ്ങൾ കാണുക, ഭഗവാനെ തൊഴുക, നമസ്കാരം. അത് ആരാധന മാത്രമേ ഉള്ളൂ, മറ്റൊന്നുമില്ല അവിടെ. ആ ആരാധനാ പദ്ധതിക്ക് നമുക്ക് തിരിച്ചടികളില്ല. ക്രിയാപദ്ധതികൾക്ക് എപ്പോഴും തിരിച്ചടികളുണ്ട്. ഇതൊന്നും മനസ്സിലാക്കി ചെയ്താൽ മതി. അതിനൊന്നും ഒരു വിരോധവും ഇല്ല. ക്ഷേമമായിട്ട് ചെയ്യാൻ നന്മയാണ്. അത്രയും ഭഗവാന്മാരെ നമുക്ക് കുടുംബത്തിൽ തൊഴാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതിൽ ഒരു ഭാഗ്യമുണ്ടോ? അതിന് ആരെങ്കിലും ഭഗവാനെ തൊഴാൻ പാടില്ല എന്ന് പറയണവനാണ് അസുരൻ. ഒരു ഭഗവാന്റെ ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ അത് അപകടമാണെന്ന് പറയുന്നവനാണ് ആസുരിക ചിന്തയുള്ളവൻ. അവരെ ഒന്നും നമ്മളിങ്ങനെ ചെവി കേക്ക് പോലെ അവരെ ഒന്നും അത് കാണിക്കുക പോലും ചെയ്യാതിരിക്കുക. അത്രയും നിങ്ങൾ വിചാരിക്കുക. വെറുതെ എന്താ പറയണേ, അർത്ഥശൂന്യമായി നിൽക്കുന്ന വാക്കുകൾ കൊണ്ട് ആളാവാൻ നിൽക്കുന്നവരെ ഒന്നും ബഹുമാനിക്കണ്ട. അതൊക്കെ ആചാരങ്ങളിൽ അനാചാരങ്ങൾ ഉണ്ടാവുമെന്ന് പണ്ട് ശങ്കരാചാര്യർ പറഞ്ഞ പോലെ അത്ര വെച്ചാൽ മതി. അപ്പൊ അത്രയും എത്ര സ്വരൂപത്തെ എത്രയോ ചിത്രങ്ങളെ വെച്ച് അത്രയും ചിത്രങ്ങളെ തൊഴുത് അത്രയും ചിത്രങ്ങളെ നമ്മുടെ മനസ്സിൽ ഒരു മിനിറ്റ് കൊണ്ടുവന്ന് ആ കുടുംബത്തിൽ നിന്ന് അത്രയും ചിത്രങ്ങളെ പ്രാർത്ഥിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ആ കുടുംബത്തിനൊരു ഭാഗ്യമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാ ഈശ്വരന്മാരും നമ്മളെ അനുഗ്രഹിക്കാൻ മാത്രമല്ല, കലഹിക്കാനല്ല. അവര് പരസ്പരങ്ങളായിട്ട് ഒരു കലഹങ്ങളും ഇല്ല. നമ്മൾ ഉണ്ടാക്കാതിരുന്ന മാത്രം മതി. അതുകൊണ്ട് ഈശ്വര സേവ എന്ന് പറയുന്നത് ഏറ്റവും പുണ്യമായ പ്രവർത്തനമാണ്. ഈശ്വരന്മാരുടെ സേവ എന്ന് പറഞ്ഞാൽ മാധവ സേവയാണ്, മനുഷ്യനെ സേവിക്കുകയാണ്. അവർക്ക് നന്മയുടെ പ്രകാശകിരണങ്ങൾ വളർത്തി അവരെ നന്മയിലേക്ക് കൊണ്ടുവരുന്നതാണ് ഈശ്വരന്മാർ. അപ്പൊ ഈശ്വരനെ ഈശ്വരനായിട്ട് മാത്രം കാണുക, ഈശ്വര ചിന്തയോട് കൂടുക, നമ്മുടെ രക്ഷകരായി കാണുക, നമ്മുടെ പ്രാർത്ഥിച്ച് അവരെ മുമ്പിൽ നമുക്ക് സാഷ്ടാംഗം നമസ്കരിക്കാൻ പറ്റുന്ന ഒരവസരമായി കാണുക. അതുകൊണ്ട് എത്ര സ്വരൂപങ്ങൾ എന്നുള്ളതാണല്ല, എത്ര അർപ്പിക്കുന്നു എന്ന് മാത്രം നിങ്ങൾ മനസ്സിൽ നിരീച്ചാൽ മതി. നമസ്കാരം. ജോയിൻ